നമ്മുടെ തലച്ചോറ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ വണ്ടിയുടെ ECUം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ ECU കംപ്ലൈന്റ് ആയത് കാരണം മറ്റൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 കമ്പനികളുടെ ECU ആണ് റോയൽ എൻഫീൽഡ് വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്. ഈ 4 ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കെഹിൻ, കോണ്ടിനെന്റൽ, ഡെല്ലട്ടോ, ബോഷ്. ആദ്യ സമയങ്ങളിലെ ഹിമാലയൻ വണ്ടികളിലേക്ക് യൂസ് ചെയ്തിരുന്നത് കെഹിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ECU ആണ്. ഇപ്പോൾ പ്രധാനമായിട്ടും റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്ന ECU എന്ന് പറയുമ്പോൾ കോണ്ടിനെന്റലും ഡെല്ലട്ടോയുമാണ്. 650cc വേരിയന്റുകളിലേക്ക് പോകുമ്പോൾ ഇത് ബോഷിന്റെ ECU ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് ECU എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് വണ്ടിയുടെ ഒരുവിധപ്പെട്ട എല്ലാ കൺട്രോളുകളും നടത്തുന്നത് ECU ആണ്. ഇലക്ട്രോണിക് കൺട്രോളിംഗ് യൂണിറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഒരു വണ്ടിയുടെ ECUവും പ്രവർത്തിക്കുന്നത്. അതായത് ECUവിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഒരു വണ്ടിയുടെ എല്ലാവിധ സെൻസറുകളും പ്രവർത്തിക്കുന്നത്. വണ്ടിക്ക് വേണ്ട ഫ്യൂൽ എപ്പോൾ കൊടുക്കണം, എയർ എപ്പോൾ കൊടുക്കണം, നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നെല്ലാം മനസ്സിലാക്കുന്ന സെൻസറുകളെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ECU ആണ്. ECUവിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മുടെ വണ്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ മൊഡ്യൂൾ ചിപ്പാണ് ECU. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കോണ്ടിനെന്റൽ ടൈപ്പ് ECU ആണ്. ത്രോട്ടിൽ ബോഡിയിൽ കണക്ട് ആയിട്ട് വരുന്ന ECU ആണ് ഇത്. നമ്മുടെ ഡെല്ലറ്റോ ടൈപ്പ് ECUകൾ വരുന്നത് സൈഡ് ബോക്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു ECU നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു ECU കംപ്ലൈൻ്റ് ആണ്. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു ECUവിൻ്റെ 64 പിന്നുകളിൽ ഒരെണ്ണം ക്ലാവ് വന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു പിന്ന് ഒടിഞ്ഞത് കാരണം പമ്പ് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇങ്ങനെ ക്ലാവോ മറ്റോ വന്ന് ECUവിൻ്റെ പിന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ECU റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും തന്നെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. കോണ്ടിനെന്റൽ ടൈപ്പ് വരുന്ന ഈ ഒരു ECU ത്രോട്ടിൽ ബോഡിയിൽ ഫിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രോട്ടിൽ ബോഡി ഉൾപ്പെടെയാണ് ഇതിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിയിലിരുന്ന ത്രോട്ടിൽ ബോഡിയാണ് ഇത്. ഈ ഒരു ത്രോട്ടിൽ ബോഡി മാറ്റി നമ്മൾ പുതിയ ത്രോട്ടിൽ ബോഡി വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു പഴയ ECUവിന്റെ ഇങ്ങേ അറ്റത്ത് വരുന്ന ഇടതുവശത്ത് താഴത്തായിട്ട് വരുന്ന ഒരു പിന്ന് ഒടിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വണ്ടി സർവീസിന് നൽകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ വണ്ടിയുടെ ECUവിന്റെ പിന്നുകളിൽ ക്ലാവോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പറയേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇലക്ട്രിക്കൽ പാർട്ട് ക്ലീൻ ചെയ്യുന്ന ക്ലീനറുകൾ ലഭ്യമാണ്. ആ ഒരു ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്ലാവ് നീക്കം ചെയ്യാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ECU സ്വന്തമായിട്ട് ഊരാൻ ശ്രമിക്കരുത്. അറിയാൻ വയ്യാത്തവർ ഊരിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്ന് ഒടിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നതാണ്. അപ്പോൾ ECUവിനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അബി ടെക് ആൻഡ് വ്ലോഗ് സൈനിങ് ഔട്ട്.